നമുക്ക് ഏലത്തിന് ഇലകളിൽ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വളമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഇലകളിലും തണ്ടുകളിലുമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇതിന് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ വളം നമുക്ക് റിസൾട്ട് തരും എന്നുള്ളതാണ്. ഇത് നമുക്ക് NPK 19-19-19 വാട്ടർ സൊല്യൂഷനാണ്, നമുക്ക് ഫെർട്ടിലൈസറാണിത്. ഇതിന് നമുക്ക് ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇങ്ങനെ 3ഉം 19% വീതമാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള വളങ്ങളിലൊക്കെ 3%, 4% ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം 19% വെച്ച് അടങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വളം നമുക്ക് റിസൾട്ട് തരും. ഇത് കായ്ക്കുന്നതും പൂക്കുന്നതുമായിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളിലും തളിക്കാനായിട്ട് സാധിക്കും. ചെടികളിലായിക്കോട്ടെ, നമ്മുടെ പൂത്തോട്ടങ്ങളിൽ തളിക്കാം. നല്ലതായിട്ട് പൂവുണ്ടാവും, ഫ്ലവറിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഏലച്ചെടിയിൽ തളിച്ചു കഴിഞ്ഞാൽ ഏലച്ചെടിക്ക് നന്നായിട്ട് കായ് ഫലവും പൂക്കാനുള്ള ടെൻഡൻസിയും പെട്ടെന്ന് കൂടും. പെട്ടെന്ന് തന്നെ ഇതിന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. ഇത് ഓരോ 15 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു വളം നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. ഇത് ഇലകളിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. ഇത് നമ്മൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ വേണം കലക്കാനായിട്ട്. അത് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലോട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് 5 ഗ്രാം അല്ലെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണിന് 1 സ്പൂണ് വെച്ച് എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇപ്പം തൂക്കാനുള്ള ലാശോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലൊരു ടീസ്പൂൺ എടുക്കാം. ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഈ ടീസ്പൂണിന് 1 സ്പൂണ് നിറച്ച് ഒരു 5 ഗ്രാം വരുന്ന അളവിൽ ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാനിത് ഒരു 5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതായത് 50 ഗ്രാം, 10 ലിറ്റർ വെള്ളത്തിന് 50 ഗ്രാം. ഞാനിപ്പോൾ 10 ലിറ്ററിൻ്റെയാണ് എനിക്ക് സ്പ്രേ ചെയ്യുന്ന പമ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പമ്പിന് പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഏലത്തിന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ്. ഏലത്തിൻ്റെ ഇലകളിലാണ് നന്നായിട്ട് ഇത് തളിച്ച് കൊടുക്കേണ്ടത്. ശരിക്കും നമ്മളൊരു 5 മണിക്ക് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു വളം. കാരണം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും കൂടുതൽ ഈ ഇലയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഇല, അതായത് ഇതിന് വളങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഈ 5 മണിക്ക് ശേഷമുള്ള ടൈം. ആ ഒരു ടൈമിലാണ് ഇത് സ്പ്രേ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം. അപ്പോൾ നമുക്ക് ഈ 19-19-19 ഏലത്തിൽ സ്പ്രേ ചെയ്യാം. ഈ വളത്തിന് ഈ ഒരു കളറാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു കളറിലാണ് ഈ ഒരു വളം നിൽക്കുന്നത്. ഈ ഒരു കളറാണ് വരുന്നത്. ഇത്രയാണ് ഒരു 5 ഗ്രാം. ഇത് മതിയാവും. 5 ഗ്രാം എന്ന് പറയുന്ന അളവിതാണ് വരുന്നത്. ചിലത് ഇച്ചിരി നല്ല റോസായിട്ട് വരുന്നുണ്ട് കേട്ടോ, ചില കമ്പനികളുടെ. നമുക്കിത് പല കമ്പനിയുടെ ഉണ്ട്. ഞാൻ ഇന്ന കമ്പനിയെന്നൊന്നും പറയുന്നില്ല, എല്ലാ കമ്പനിയും ബെറ്ററാണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബക്കറ്റിനകത്തോട്ട് ഒരു 5 ടീസ്പൂണ് ഇടുവാണ്. ഇത് പെട്ടെന്ന് ഇത് വെള്ളത്തിൽ ലയിച്ച് വെള്ളമായി മാറും. കാരണം വെള്ളത്തിൽ ഇത് പെട്ടെന്ന് ലയിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. രണ്ടാമത് ഇത് വേഗം തന്നെ നമുക്ക് ഈ വളം നമുക്ക് സ്പ്രേ ചെയ്ത് അപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് അധികം താമസിക്കാതെ തന്നെ 1 ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കും. ഒരു 15-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്യുക. ഒരു മാസം ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ഏലത്തിന് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കായ്ഫലവും പൂക്കളും അതുപോലെ തന്നെ ചില കേടുഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. വേരിനൊക്കെ നല്ല കരുത്ത് ലഭിക്കാനായിട്ടൊക്കെ ഈ വളം വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ. ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് 50 ഗ്രാമാണ് 10 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കുറ്റിക്ക് 10 ലിറ്ററാണ്. അതുകൊണ്ടാണ് ഈ 10 ലിറ്റർ വെച്ച് കലക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നിച്ച് കലക്കാതെ നമുക്ക് ആ പമ്പ് ചെയ്യുന്ന സമയത്ത് 10 ലിറ്ററാണെങ്കിൽ ആ 10 ലിറ്റർ മാത്രം കലക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളിത് സ്പൂണിന് അളന്നെടുക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള വളങ്ങൾ കൂട്ടുന്ന പോലെ അമിതമായിട്ട് കൂട്ടണ്ട. നമ്മൾ രാസവളവും ജൈവവളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് നല്ല താമസം വരും. രാസവളം ഇച്ചിരി പെട്ടെന്ന് എടുത്താലും ജൈവവളം നല്ല ലേറ്റായിട്ട് എടുക്കുകയുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിന് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്യുന്നത് കാണാം. ഞാനിപ്പോൾ 16 ലിറ്റർ കൊള്ളുന്ന ഒരു സ്പ്രെയറാണ് എടുത്തിരിക്കുന്നത്. ഞാനത് 10 ലിറ്ററാണ് ചേർക്കുന്നത്. ഒരു 5 ലിറ്ററും കൂടെ ഞാനിതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ 2.5 ടീസ്പൂണും കൂടെ ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടെ കലക്കും. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ മോട്ടറുള്ള ഒരു പമ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ആട്ടുമൊന്നും വേണ്ട, മോട്ടർ കൊണ്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. ഇത് വീടെക്കിൻ്റെ ഒരു 4 വർഷമായ നല്ല സൂപ്പർ പമ്പാണ് കേട്ടോ. അടിപൊളി പമ്പാണ്. പമ്പിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. കൃഷി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഡെയിലി ഉപയോഗിച്ചാലും വലിയ കംപ്ലയിൻറ്റ് വരാത്തൊരു പമ്പാണ്. അതുകൊണ്ട് അങ്ങ് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് ഏലച്ചെടിയുടെ അടുത്ത് വന്നു. ഇനി നമ്മളിവിടെ സ്പ്രേ ചെയ്യാൻ തുടങ്ങുക. ഇത് നമുക്ക് ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ
ഇലകളിലാണ് കേട്ടോ സ്പ്രേ ചെയ്യേണ്ടത്. ഇലകളിലും ഇതുപോലെ കുറേ തണ്ടുകളിലും ചുവട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്താൽ മതി. ഇലകളിലാണ് കൂടുതലായിട്ട് സ്പ്രേ ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഏലകൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇത് പുതിയതായിട്ട് കൃഷിയിലോട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു അറിവാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണാം. ബൈ.